ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും നമ്മുടെ വി ഡി സതീശന്റെ അനുയായികളുടെ ആക്രമണം ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പൂക്കിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ്. പിണറായി വിജയനെ പോലും അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് വിമർശിക്കായിരുന്നു. പക്ഷേ വി ഡി സതീശനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു സൈബർ വെട്ടിക്കളിക്കൂട്ടം ഇങ്ങോട്ട് ഇറങ്ങും. നമ്മുടെ കമന്റ് ബോക്സുകൾ നിറച്ച് തെറിയായിരിക്കും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് കരുതുക. അടുത്ത ഇലക്ഷനിൽ നിങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളായിരിക്കും കേരള മുഖ്യമന്ത്രി. അങ്ങനെ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഒരു അഴിമതി ചെയ്യാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അതും കോടികൾ കിട്ടുന്ന ഒരു അഴിമതി. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രതിപക്ഷ നേതാവായിരിക്കെ പബ്ലിക്കായിട്ട് മാധ്യമങ്ങളോട് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? എനിക്കെന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. പക്ഷേ അങ്ങനെ ഒരു തൻ്റെ ഇടം കാണിച്ചൊരു വ്യക്തിയുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. സംഭവം ഇങ്ങനെയാണ്. 2023 ഫെബ്രുവരി മാസം ബെക്കാഡി എന്ന് പറയുന്ന സ്വകാര്യ മദ്യ കമ്പനി പിണറായി വിജയൻ സർക്കാരിന് മുന്നിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. ആ അപേക്ഷ ഇങ്ങനെയായിരുന്നു: അവരുടെ മദ്യത്തിന്റെ നികുതി കുറച്ചു കൊടുക്കണം. കാരണം ബെക്കാഡി എന്ന് പറയുന്ന ബ്രാൻഡിന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നികുതി നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡ് അധികമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിറ്റുപോകുന്ന ഒരു ബ്രാൻഡല്ല. ഇപ്പോൾ ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് 400, 500, 600, 700 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അതിന് 1000 മുതൽ 1500 രൂപ വരെ വില വരും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഇവിടുത്തെ കച്ചവടം താരതമ്യേന കുറവാണ്. ഈ ഒരു ബ്രാൻഡ് ഏറ്റവും അധികം വാങ്ങുന്നത് യുവാക്കൾ ആയിട്ടുള്ള ആളുകളാണ്. അതും എന്തെങ്കിലും ഫംഗ്ഷന്റെ സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷത്തിന്റെ സമയത്തോ മാത്രമാണ് ഈ ഒരു ബ്രാൻഡിന് അല്പമെങ്കിലും ചിലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്നത് അവർക്കൊരു ബാലികേറാ മലയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2023 പിണറായി വിജയൻ സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു മദ്യത്തിന്റെ നികുതി കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ ഈ പറയുന്ന ബെക്കാഡി എന്ന് പറയുന്ന കമ്പനി സമർപ്പിക്കുന്നത്. പക്ഷേ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുമുന്നണി സർക്കാർ ഈ ഒരു മദ്യത്തിന്റെ നികുതി കുറക്കണമെന്നുള്ള അപേക്ഷ പരിഗണിച്ചില്ല. അന്ന് നമ്മുടെ നിലവിലെ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. അതെ, സർക്കാരിന് കിട്ടാനുള്ള കോടികൾ വൻ ഡിസ്റ്റിലറികൾക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിനകത്ത് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഈ പറയുന്ന വി ഡി സതീശൻ. ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ അധികാരത്തിലെത്തി വെറും 4 ദിവസങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ബെക്കാഡിയുടെ അപേക്ഷ സർക്കാർ പരിഗണിക്കുകയും അതിനുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് ചെയ്തതായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടുനോക്കാം. മെയ് 18-നാണ് സത്യപ്രതിജ്ഞ. ഫയൽ സജീവമായി തുടങ്ങിയത് മെയ് 21-ന്. വെറും 2.5 മണിക്കൂർ കൊണ്ട് ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം ശരവേഗത്തിൽ നീങ്ങി. ജൂൺ 15-ന് മുഖ്യമന്ത്രി തീരുമാനമാക്കി. ജൂൺ 16-ന് അതിരാവിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഫയൽ നീക്കി. അതിനുശേഷം 1 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും ഫയൽ നീങ്ങുന്നത് കാണാം. അങ്ങനെ നികുതി ഇളവിന് വേണ്ടിയുള്ള ബെക്കാഡി മദ്യ കമ്പനിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ് ഈ ബജറ്റിലൂടെ അവസാനമാവുകയാണ്. ഈ ഒരു അഴിമതിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് റെഡ് ടൈപ്പിസം ഇല്ലാതെ ഒരു ഫയല് അതിവേഗം ബഹുദൂരം മുന്നോട്ട് നീങ്ങിയത് ഈ ഒരു വിഷയത്തിലാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു അപേക്ഷയുമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാൽ അത് ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്ക് എത്തണമെങ്കിൽ മിനിമം 1 കൊല്ലമാകും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വെറും 2 മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കി ജൂൺ 15-ാം തീയതി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒപ്പുവെച്ചത്. എന്തൊരു സ്പീഡപ്പായിരുന്നു. കാരണം ഓൾറെഡി ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. ഇദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നടപ്പാക്കാൻ പോകുന്ന അഴിമതിയെക്കുറിച്ച് ഇദ്ദേഹം വളരെ മുമ്പേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കി റെക്കോർഡ് ഇടുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. വകുപ്പ് മന്ത്രി പോലും പറഞ്ഞില്ല ഈ മദ്യത്തിന്റെ നികുതി കുറച്ചത്. അതാണ് ഏറ്റവും വലിയ കോമഡി. എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, മന്ത്രിസഭ പോലും അറിഞ്ഞിട്ടില്ല ഈ ഒരു അഴിമതി നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തയുടെ ബാക്കി ഭാഗം കൂടി നമുക്ക് കണ്ടുനോക്കാം.
2023 തന്നെ ബക്കാടി കമ്പനി നികുതി കുറച്ചു കിട്ടാനുള്ള നീക്കം ഉദ്യോഗസ്ഥർ വഴിയും രാഷ്ട്രീയക്കാർ വഴിയുമെല്ലാം സംസ്ഥാനത്ത് വളരെ സജീവമാക്കിയിരുന്നു. ബോംബെ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം അവിടുത്തെ അധികം മദ്യത്തിന്റെ ലഹരി ആവശ്യമില്ലാത്തവർക്ക് ധാരാളം വിൽക്കുന്ന ബക്കാടി ബ്രീസർ എന്ന കമ്പനി ധാരാളം വിറ്റുപോകുമ്പോഴും കേരളത്തിൽ അവർക്കത് സാധിച്ചിരുന്നില്ല. അങ്ങനെ 2023 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ബക്കാടി കമ്പനിയുടെ അപേക്ഷ സംസ്ഥാനത്ത് ഫയലായി മാറുന്നത്. അന്ന് ഇതിന്റെ എല്ലാം തലപ്പത്തിലുണ്ടായ ഉദ്യോഗസ്ഥർ ഇന്ന് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നവരാണ് സംസ്ഥാനത്ത്. അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ യു ഖേൽക്കറാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി. 2023 ഈ ഫയൽ അന്നത്തെ ടാക്സ് സെക്രട്ടറിയായ രത്തൻ യു ഖേൽക്കർ കണ്ടതിന്റെ തെളിവുകൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഫയൽ മൂവ്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് 2023 ബെക്കാടി എന്ന് പറയുന്ന ബ്രാൻഡ് ഈ ഒരു നികുതി കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷ നൽകിയപ്പോൾ അന്ന് ഈ ഫയൽ കണ്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഇന്ന് നിലവിലെ കേരള മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിമാരായിട്ട് ചുമതലയിലിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. അതായത് അന്ന് ആ ഒരു അപേക്ഷയ്ക്ക് മേൽ അവർക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാൻ സാധിച്ചില്ല. അതിന് കാരണം അന്നത്തെ ഗവൺമെന്റ് ഈ ഒരു മദ്യത്തിന്റെ നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ചരട് വഹിക്കാൻ സാധിച്ചില്ല. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ താളത്തിന് തുള്ളുന്ന ഒരു പാവ, അതാണ് ഈ മുഖ്യമന്ത്രി എന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ആ ഉദ്യോഗസ്ഥരും കൂടിയിരുന്ന് ചരട് വലിച്ചു ഈ പറയുന്ന ബെക്കാടിക്ക് ലാഭകരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. അതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിനുണ്ടായത് കോടികളുടെ നഷ്ടം. അതാണ് ഞാൻ ചോദിച്ചത്, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തന്റെ ഇടം ഉണ്ടാകുമോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച് താൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ടൈമിൽ വിളിച്ചു പറയാനായിട്ട്? അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അന്ന് പറഞ്ഞ ആ കോടികളുടെ അഴിമതി അദ്ദേഹം നടപ്പാക്കി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയുടെ താഴെ എന്തായാലും നമ്മുടെ VD സതീശന്റെ അനുയായികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പൂക്കിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് VD സതീശനാണ്. പിണറായി വിജയനെ പോലും അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് വിമർശിക്കായിരുന്നു. പക്ഷേ VD സതീശനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഒരു സൈബർ വെട്ടിക്കളിക്കൂട്ടം ഇങ്ങോട്ട് ഇറങ്ങും. നമ്മുടെ കമന്റ് ബോക്സുകൾ നിറച്ച് തെറിയായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി അപ്ഡേറ്റുകൾ വഴിയെ കണ്ടറിയാം.